അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യാന്വേഷികളായ സഹോദരങ്ങളെ, ജിന്നുകളുടെ ലോകമാണ് നാം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പലർക്കുമുള്ള സംശയമാണ്, ജിന്നുകളിൽ വ്യത്യസ്ത മതക്കാരുണ്ടോ, വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ടോ, അവർക്ക് സ്വർഗനരകങ്ങളുണ്ടോ, അതല്ല അവർ മണ്ണായി തീരുകയാണോ ചെയ്യുക തുടങ്ങിയുള്ള സംശയങ്ങൾ. ഇൻഷാ അള്ളാഹ് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലൂടെ നമുക്ക് ജിന്നുകളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പഠിക്കാം. അതിലൊന്ന്, മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. സൂറത്തു ദാരിയാത്തിലെ 56 കാണാം, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കുക, അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഈ രൂപത്തിൽ ജിന്നുകൾക്കും എന്തുണ്ട്? മതനിയമങ്ങളുണ്ട്, പാടുള്ളതും പാടില്ലാത്തതുമുണ്ട്, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളും അതേപോലെയുള്ള വിഷയങ്ങളും ജിന്നുകൾക്കുമുണ്ട്. കാരണം ഇബാദത്ത് എന്ന് പറയുമ്പോൾ അതെല്ലാം വരുന്നതാണ്. അപ്പോൾ ഇത് മനുഷ്യർക്കുള്ളതുപോലെ ജിന്നുകൾക്കുമുണ്ട് എന്ന് ഈ 51-ാം അധ്യായത്തിലെ 56-ാമത്തെ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് തന്നെ നാളെ ഖിയാമത്ത് നാൾ മനുഷ്യർക്ക് മാത്രമല്ല ജിന്നുകൾക്ക് കൂടിയാണ്. അവിടെ വ്യക്തമായ വിചാരണയും അവർക്കുണ്ട്. അതിനുള്ള തെളിവാണ് പരിശുദ്ധ ഖുർആനിലെ 55-ാം അധ്യായം സൂറത്തു അർ-റഹ്മാനിൽ നമുക്ക് കാണാം, സനഫുറുഗു ലക്കും അയ്യുഹസ് സഖലാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തു റഹ്മാനിലെ 31-ാമത്തെ ആയത്തിൽ, ഓ ഭാരമേറിയ രണ്ട് സമൂഹമേ, നിങ്ങൾക്ക് വേണ്ടി അഥവാ നിങ്ങളെ വിചാരണ ചെയ്യാൻ വേണ്ടി ഞാൻ ഒഴിഞ്ഞു വരുന്നതാണ്. അപ്പോൾ ഇവിടെ വിചാരണ മനുഷ്യർക്ക് എന്ന് മാത്രമല്ല പറഞ്ഞത്, ജിന്നുകളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ രണ്ടു കൂട്ടരെയും ഞാൻ വിചാരണ ചെയ്യുന്നതാണ്. അതേ അധ്യായത്തിലെ അഥവാ സൂറത്തു റഹ്മാനിൽ തന്നെ നമുക്ക് കാണാം, ഫയൗമഇദിൻ ലാ യുസ്അലു അൻ ദംബിഹി ഇൻസുൻ വലാ ജാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിന്നവാസി വൽ അഖ്ദാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അന്നേ ദിവസം ജിന്നുകളോടോ മനുഷ്യരോടോ അവരുടെ പാപങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. എന്ന് പറഞ്ഞാൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടുന്ന ആവശ്യമില്ലാതെ തന്നെ കുറ്റവാളികളെ അള്ളാഹു അറിയുന്നതാണ്. അതാണ് 41-ൽ പറഞ്ഞത്, യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും. അവരിലെ ചില അടയാളങ്ങൾ വെച്ച് തന്നെ അവർ വേർതിരിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ മനസ്സിലാകും അവർ കുറ്റവാളികളാണ് എന്ന്. ഇത് മനുഷ്യരോട് മാത്രമല്ല, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എന്നിരിക്കെ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും രക്ഷിതാവിൻ്റെ ഏതേത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അപ്പോൾ ഇവിടെ മനുഷ്യരും ജിന്നുകളും അവർക്ക് വിചാരണയുണ്ട് എന്നും ചില അടയാളങ്ങൾ വെച്ച് അവർ വേർതിരിക്കപ്പെടുന്നതാണ് എന്നും പിന്നീട് അവരുടെ മൂർധാവുകളിലും പാദങ്ങളിലും പിടിച്ചുകൊണ്ട് അവർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ് എന്നും സൂറത്തുർ റഹ്മാനിൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു. അപ്പോൾ ജിന്നുകൾക്ക് മതപരമായ ബാധ്യതകളുണ്ട്. അത് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം. എന്നിരുന്നാലും മതപരമായ ബാധ്യതകൾ അവർക്കുണ്ട്, അവർക്ക് വിചാരണയുണ്ട്. അതേപോലെ തന്നെ അവർക്ക് സ്വർഗവുമുണ്ട്, നരകവുമുണ്ട്. എന്താണ് തെളിവ്? സൂറത്തുർ റഹ്മാനിൽ തന്നെ കാണാം 46-ാമത്തെ ആയത്ത്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് രണ്ട് തോട്ടങ്ങളുണ്ട്, രണ്ട് സ്വർഗമുണ്ട്. എന്നിരിക്കെ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും രക്ഷിതാവിൻ്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അപ്പോൾ ഇവിടെ അള്ളാഹുവിനെ ഭയപ്പെട്ടവർക്ക് രണ്ട് തോട്ടങ്ങളുണ്ട്, രണ്ട് പൂന്തോപ്പുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ജിന്നുകളോടും മനുഷ്യരോടുമാണ് അള്ളാഹു ചോദിക്കുന്നത്, അള്ളാഹുവിൻ്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിക്കളയുന്നത് എന്ന്. അതിൻ്റെ അർത്ഥം ജിന്നുകൾക്ക് സ്വർഗമുണ്ട്. അതിനുശേഷം പിന്നീട് പറയുന്ന സ്വർഗത്തിലെ എല്ലാ സുഖാനുഗ്രഹങ്ങളും മനുഷ്യരെ മാത്രം അഭിസംബോധന ചെയ്തല്ല, ജിന്നുകളെ കൂടി അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സൂറത്തുർ റഹ്മാനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ജിന്നുകൾക്ക് സ്വർഗമുണ്ടെന്നും അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്നും ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്ക് നരകവുമുണ്ട്. അതിന് വളരെ വ്യക്തമായ തെളിവാണ് സൂറത്തുൽ ആറാഫിലെ 179-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ധാരാളം ആളുകളെ നാം നരകത്തിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു.
അപ്പോൾ അവിടെ നരകത്തിന് വേണ്ടി തയ്യാറാക്കിയെന്ന് പറഞ്ഞതിൽ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളുമുണ്ട് ഇൻസുമുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹ, അവർക്ക് ഹൃദയമുണ്ട് പക്ഷേ അവർ അതുപയോഗിച്ച് ചിന്തിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹ, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷേ അതുപയോഗിച്ച് കാണുന്നില്ല, കാതുകളുണ്ട് പക്ഷേ അവർ കേട്ട് പഠിക്കുന്നില്ല. ഉലായിക കൽ അൻആമി ബൽഹും അദൽ ഉലായിക ഹുമുൽ ഗാഫിലൂൻ, അവർ കന്നുകാലികളെപ്പോലെയോ അതിനേക്കാൾ മോശമോ ആണ്, അവർ അശ്രദ്ധരാണ്. അപ്പോൾ ജിന്നുകൾക്ക് ഹൃദയമുണ്ട്, ചിന്തിക്കാനുള്ള ഹൃദയം മനുഷ്യർക്കുള്ളതുപോലെ ജിന്നുകൾക്കുമുണ്ട്. മനുഷ്യർക്കുള്ളതുപോലെ തന്നെ അവർക്ക് കണ്ണുകളുണ്ട്, കാതുകളുണ്ട്. രൂപത്തിൽ വ്യത്യാസമുണ്ടാകാം, പക്ഷേ അതെല്ലാം അവർക്കുണ്ട് എന്ന് അള്ളാഹു പറയുന്നു. അതുകൊണ്ട് തന്നെ ചിന്തിച്ചു പഠിച്ച് മനസ്സിലാക്കാത്ത ജിന്നുകളെ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ഈ ആയത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. അതേപോലെ തന്നെ വീണ്ടും സൂറത്തുൽ അറാഫിലെ 38-ാമത്തെ ആയത്തിൽ കാണാം, ഖാല ദുഖുലൂ ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലികും മിനൽ ജിന്നി വൽ ഇൻസ്, ഓരോ വിഭാഗത്തെയും നരകത്തിലേക്ക് ഇടുമ്പോൾ പറയും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട ജിന്നുകളുടെയും മനുഷ്യരുടെയും കൂട്ടത്തിലേക്ക് നിങ്ങളും പ്രവേശിച്ചോളൂ. അപ്പോൾ അവിടെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരിൽ ജിന്നുകളുമുണ്ട് മനുഷ്യരുമുണ്ട്. അപ്പോൾ ജിന്നുകൾക്ക് സ്വർഗ്ഗനരകങ്ങളുണ്ട് എന്ന് മനസ്സിലായി. ചില ആളുകൾ ചോദിക്കും, ജിന്നുകളെ തീ കൊണ്ടല്ലേ അള്ളാഹു സൃഷ്ടിച്ചത്, പിന്നെ നരകത്തിലിട്ടാൽ അവർ എങ്ങനെയാണ് ശിക്ഷിക്കപ്പെടുന്നത്, അതവർക്കൊരു പ്രശ്നമല്ലല്ലോ എന്ന്. എന്നാൽ അറിയുക, നമുക്കറിയാം ആദം അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. പക്ഷേ ആ സൃഷ്ടിയുടെ ആരംഭമാണത്. പിന്നീട് അതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ ഊതിയപ്പോൾ മണ്ണിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിലാണ് മനുഷ്യൻ്റെ ശരീരം. നമുക്കറിയാം നമ്മുടെയൊക്കെ ശരീരം എങ്ങനെയാണ്, മണ്ണാണോ? അല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തീ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് അത് അതിൻ്റെ ആദ്യ രൂപമാണ്. എന്നാൽ ആ തീയായി കൊണ്ട് തന്നെയാണ് ജിന്നുകൾ നിലകൊള്ളുന്നത് എന്ന് അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടതില്ല. മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ. ഇനി അങ്ങനെയാണ് എന്ന് കരുതുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, നരകത്തിൻ്റെ അടിത്തട്ടിൽ നിന്നൊരു വൃക്ഷം ഉയർന്നു വരും, അതിലെ കായ്കനികൾ സഖൂം എന്ന വൃക്ഷമാണത്. അതിനെക്കുറിച്ച് ഖുർആനിലുണ്ടല്ലോ. അപ്പോൾ വൃക്ഷം തീയിലിട്ടാൽ അത് കത്തിപ്പോകും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ നരകത്തിൽ അതേപോലെയുള്ള ഒരു വൃക്ഷത്തെ വളർത്താൻ അള്ളാഹുവിന് കഴിയും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടി തീയെ തണുപ്പുള്ളതാക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞപ്പോൾ തീ തണുപ്പുള്ളതായി മാറി. അപ്പോൾ അള്ളാഹുവിന് എന്താണ് കഴിവില്ലാത്തത്? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. റഹ്മാനായ റബ്ബിന് ജിന്നുകളെ ശിക്ഷിക്കാൻ കഴിയാതെ പോകുമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്, വിഡ്ഢിത്തമാണ്. അതേപോലെ തന്നെ മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു, അതുകൊണ്ട് മണ്ണുകൊണ്ട് അവനെ ശിക്ഷിക്കാൻ കഴിയില്ല എന്നുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് മണ്ണിലേക്ക് വെച്ചാൽ മനുഷ്യൻ മണ്ണായിത്തീരുന്നു. ഇല്ല എങ്കിൽ അവൻ മണ്ണാവാൻ പാടില്ലല്ലോ, പക്ഷേ മണ്ണായിത്തീരുന്നു. 1. 2, ഇനി മണ്ണുകൊണ്ടുണ്ടാക്കിയ കല്ലുകൊണ്ടോ മറ്റോ മനുഷ്യനെ അടിച്ചാൽ അവൻ മരിച്ചു പോകുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. ഒരു ഇഷ്ടിക എടുത്തിട്ട് ഒരു മനുഷ്യൻ്റെ തലക്കടിച്ചാൽ അവൻ മരിക്കില്ലേ? അവൻ്റെ ശരീരത്തിലടിച്ചാൽ അവന് വേദന ഉണ്ടാവില്ലേ? മണ്ണുകൊണ്ട് അവനെ എറിഞ്ഞാൽ അവന് വേദനിക്കില്ലേ? അവൻ്റെ ശരീരത്തിൽ പറ്റില്ലേ? മണ്ണുകൊണ്ട് ഉരുളകളുണ്ടാക്കി അതല്ലെങ്കിൽ കല്ലുകളുണ്ടാക്കി അവനെ എറിഞ്ഞാൽ അവന് വേദനിക്കില്ലേ? അപ്പോൾ മണ്ണുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതുകൊണ്ട് മണ്ണുകൊണ്ട് ശിക്ഷിക്കാൻ കഴിയില്ല എന്നത് ഒരിക്കലും യുക്തിക്ക് നിരക്കുന്നതല്ല. ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ കൊണ്ട് തന്നെ ജിന്നുകളെ നരകത്തിൽ ശിക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ചിന്തിക്കുന്നത് ജിന്നുകളിൽ പ്രവാചകന്മാർ ഉണ്ടോ എന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്ന് അള്ളാഹു പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നത് പോലെ ജിന്നുകളിൽ നിന്ന് പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നുണ്ടോ? നമുക്ക് പരിശോധിക്കാം. സൂറത്തുൽ അൻആമിലെ 130-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ജിന്നുകളോടും മനുഷ്യരോടും ചോദിക്കും, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി അലം യഅതികും റുസുലും മിൻകും യഖുസ്സൂന അലൈക്കും ആയാതി വയുൻദിറൂനകും ലിഖാഅ യൗമികും ഹാദാ ഖാലൂ ഷഹിദ്നാ അലാ അൻഫുസിനാ വഗറത്ഹുമുൽ ഹയാത്തുദ് ദുനിയ വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. അള്ളാഹു ചോദിക്കുകയാണ്, ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള റസൂലുകൾ വന്നിട്ടുണ്ടായിരുന്നില്ലേ? എൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിക്കുകയും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഈ ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് ചെയ്യുകയും ചെയ്യുന്ന റസൂലുകൾ നിങ്ങളിലേക്ക് വന്നിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ജിന്നുകളും മനുഷ്യരും പറയും, ഖാലൂ ഷഹിദ്നാ അലാ അൻഫുസിന, ഞങ്ങൾക്കെതിരെ സാക്ഷ്യം വന്നിരുന്നു. പക്ഷേ അള്ളാഹു പറയുന്നു, ഐഹിക ജീവിതം അവരെ വഞ്ചിച്ച് കളഞ്ഞു, അവർ സത്യനിഷേധികളാണ് എന്നതിന് അവർ തന്നെ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ജിന്നുകളെയും മനുഷ്യരെയും വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള പ്രവാചകന്മാർ വന്നിട്ടില്ലേ? ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴികെ ബാക്കിയുള്ള തലമുറയിൽപ്പെട്ട, എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി വരുന്നതിന് മുമ്പുള്ള
ജിന്നുകളിലേക്ക് വേറെ തന്നെ നബിമാർ വന്നിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കുമുള്ള പ്രവാചകനാണ്. എന്നാൽ അതല്ലാത്ത കാലഘട്ടത്തിൽ ജിന്നുകളിൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, റസൂലുകൾ വന്നിട്ടുണ്ട് എന്ന് ഈ ആയത്ത് കൊണ്ട് തെളിവാക്കാമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ ആയത്ത് കൊണ്ട് മാത്രം അത് തെളിവാക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ മനുഷ്യരെയും ജിന്നുകളെയും വിളിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അലം യഅ്തികും റസൂലും മിൻകും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് റസൂലുകൾ വന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അത് മനുഷ്യരിലുള്ള റസൂലുകൾ ജിന്നുകളിലേക്കും ബാധകമാണെങ്കിൽ ഈ ചോദ്യം അവിടെ സ്യൂട്ടബിളാണ്. ഏതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യർക്കും ജിന്നുകളിലേക്കുമുള്ള റസൂലാണ്. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് റസൂല് വന്നു എന്ന് പറയുമ്പോൾ അതിന് അസാംഗിത്യമൊന്നുമില്ല. മനുഷ്യരിൽപ്പെട്ട പ്രവാചകന്മാർ റസൂലുകൾ ജിന്നുകളിലേക്ക് കൂടിയാണെങ്കിൽ അങ്ങനെ പറയുന്നതിൽ ഭാഷാപരമായും പ്രശ്നമില്ല, ആശയപരമായും പ്രശ്നമില്ല. അതുകൊണ്ട് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് മനുഷ്യരിലേക്ക് അയക്കപ്പെടുന്ന റസൂലുകളാണ്, നബിമാരാണ് ജിന്നുകളിലേക്കും റസൂലുകളാവുന്നത്. അതിനുള്ള ഒരു തെളിവ് ഖുർആനിൽ കാണാം. നമുക്ക് സൂറത്തുൽ ഹജ്ജിലെ 75-ാമത്തെ ആയത്തിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അല്ലാഹു യസ്തഫി മിനൽ മലായികത്തി റുസുലൻ വമിനൻ നാസ് ഇന്നല്ലാഹ സമീഉൻ ബസീർ. അള്ളാഹു മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും റസൂലുകളെ തിരഞ്ഞെടുക്കുന്നു. അവിടെ ജിന്നുകളെ പറഞ്ഞില്ല. ജിന്നുകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ അതുകൂടി അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുമായിരുന്നു. എന്നാൽ മലക്കുകളിൽ നിന്ന് റസൂലുകളെ തിരഞ്ഞെടുക്കുന്നു പറഞ്ഞു, മനുഷ്യരിൽ നിന്നും തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു. ജിന്നുകളെ സംബന്ധിച്ച് അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരിലേക്കുള്ള റസൂലുകളാണ് ജിന്നുകളിലേക്ക് കൂടിയുള്ള റസൂലുകൾ. മനുഷ്യരിലേക്ക് അയക്കപ്പെടുന്ന വേദഗ്രന്ഥങ്ങളാണ് ജിന്നുകളിലേക്ക് കൂടിയുള്ള വേദഗ്രന്ഥങ്ങൾ എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതേ സന്ദർഭത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരിലേക്കുമുള്ള റസൂലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹുവിൻ്റെ റസൂലിന് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അത് കേട്ട ജിന്നുകൾ പറഞ്ഞ ചില വാക്കുകളിൽ നിന്ന് പൂർവ്വകാല ജിന്നുകൾക്കും പ്രവാചകന്മാർ മനുഷ്യരിൽ നിന്ന് തന്നെയായിരുന്നു എന്നതിലേക്കുള്ള സൂചന കൂടി ലഭിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആനിലെ 46-ാം അധ്യായം സൂറത്തു അൽ അഹ്ഖാഫിലെ 29, 30 തുടങ്ങി 32 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. അള്ളാഹു പറയുകയാണ്, വഇദ് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ ഫലമ്മാ ഹദറൂഹു ഖാലൂ അൻസിതു ഫലമ്മാ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കേൾക്കാൻ വേണ്ടി ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെ നബിയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഈ ജിന്നുകളുടെ സംഘം എത്തിയപ്പോൾ അവർ പരസ്പരം എല്ലാവരോടും മിണ്ടാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. ശേഷം അവർ ഇസ്ലാം സ്വീകരിച്ച് ജിന്നുകളുടെ സമൂഹത്തിലേക്ക് അവർ പോയി എന്നാണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? ഖാലൂ യാ ഖൗമന ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി യഹ്ദി ഇലൽ ഹഖ് വ ഇലാ ത്വരീഖിൻ മുസ്തഖീം. ജിന്നുകളുടെ സമൂഹമേ, ഞങ്ങളുടെ സമൂഹമേ, ഞങ്ങളൊരു വേദഗ്രന്ഥം കേട്ടിരിക്കുന്നു. അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട തൗറാത്തിന് ശേഷം നമ്മൾ കേൾക്കുന്ന സമാനമായൊരു ഗ്രന്ഥമാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട തൗറാത്തും ജിന്നുകൾക്ക് ബാധകമായിരുന്നു. അവർ അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, തൗറാത്തിന് ശേഷം ഇതാ മറ്റൊരു വേദഗ്രന്ഥം ഞങ്ങൾ കേട്ടിരിക്കുന്നു, അത് സത്യത്തിലേക്ക് വഴി നടത്തുന്നതാണ്. അതുകൊണ്ട് യാ ഖൗമന, ജിന്നുകളുടെ സമൂഹമേ, അജീബു ദാഇ അല്ലാഹി വ ആമിനു ബിഹി യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും വ യുജിർക്കും മിൻ അദാബിൻ അലീം. അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ആ ദാഇ പ്രവാചകന് നിങ്ങൾ ഉത്തരം നൽകണം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിക്ക് ഉത്തരം നൽകണം. നബി പറയുന്നത് പോലെ ജീവിക്കണം, അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? മുഹമ്മദ് നബിക്ക് ഉത്തരം നൽകുക, മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുക, ഖുർആനിൽ വിശ്വസിക്കുക, ഇതൊക്കെ ജിന്നുകൾക്ക് ബാധകമാണ്. യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും വ യുജിർക്കും മിൻ അദാബിൻ അലീം. അപ്പോൾ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും, വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തും. അപ്പോൾ ജിന്നുകൾക്ക് ശിക്ഷയുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. അവർ പാപങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. അവർ തൗബ ചെയ്താൽ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും എന്നും ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വമൻ ലാ യുജിബ് ദാഇ അല്ലാഹി ഫലൈസ ബിമുഅ്ജിസിൻ ഫിൽ അർദി വലൈസ ലഹു മിൻ ദൂനിഹി ഔലിയ ഉലൈക ഫീ ളലാലിൻ മുബീൻ. വീണ്ടും ജിന്നുകൾ പറയുകയാണ്, പ്രവാചകന് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആ നബിക്ക് ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭൂമിയിൽ അള്ളാഹുവിനെ തോൽപ്പിച്ച് കളയാൻ കഴിയില്ല, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് രക്ഷാധികാരികൾ ഉണ്ടാവുകയില്ല, അവർ വ്യക്തമായ വഴികേടിലായിരിക്കും. അപ്പോൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ അതേപോലെ തന്നെ മുഫസ്സിരീങ്ങൾ പറയുന്നത്, ജിന്നുകളിൽ റസൂലുകളില്ല, നബിമാരില്ല, മനുഷ്യരിലേക്കുള്ള നബിമാർ തന്നെയാണ് അവർക്കുമുള്ളത്. പക്ഷേ ആ നബിമാരിൽ നിന്ന് അറിവ് നേടിയിട്ട് അവർക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന താക്കീതുകാരും ദാഇകളും പ്രബോധകന്മാരാണ് ജിന്നുകളിലുള്ളത്.
അപ്പോൾ അതിൽ നിന്ന് നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ സൂറത്തുൽ അൻആമിൽ പറഞ്ഞതിൻ്റെ 130 പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജിന്നുകളെ നിങ്ങൾക്ക് ദൂതന്മാർ വന്നിട്ടില്ലായിരുന്നോ എന്ന ചോദ്യത്തിൽ ഇതാണ് പൊരുൾ. അഥവാ ദൂതന്മാർ കൊണ്ടുവന്ന കാര്യങ്ങളെ ജിന്നുകളുടെ കൂട്ടത്തിലുള്ള പ്രബോധകന്മാർ ഏറ്റെടുക്കുന്നു, എന്നിട്ട് അവർ ജിന്നുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു, ഈ ജിന്നുകൾ പ്രബോധനം ചെയ്തതുപോലെ. അപ്പോൾ പരിശുദ്ധ ഖുർആൻ കേട്ട് അവർ വിശ്വാസികളായി, അങ്ങനെ അവർ അവരുടെ സമൂഹത്തിലേക്ക് പോയി അവർക്ക് ദഅവത്ത് നടത്തുകയാണ്. വളരെ ഗംഭീരമായ ഒരു ദഅവത്ത്, നിങ്ങളിത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അപ്പോൾ അവരിൽ അവിശ്വാസികളുണ്ട്, പിന്നീട് അവർ വിശ്വസിക്കുന്നു, അവർ തൗബ ചെയ്യുന്നു, ഇല്ല എങ്കിൽ അവർക്ക് ശിക്ഷയുണ്ട്. അവർ ദഅവത്ത് നടത്തുന്നു, അവർക്ക് തൗറാത്ത് അറിയാം, തൗറാത്ത് അവർ കേട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഖുർആൻ കേൾക്കാനും മനസ്സിലാക്കാനും പഠിക്കാനുമൊക്കെ അവർക്ക് സാധിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിൽ നിന്ന് മനസ്സിലായി? ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലേക്ക് കൂടിയുള്ള റസൂലാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയുകയാണ്, അതാനി ദാഇ അൽ ജിൻ ഫദഹബ്തു മഅഹു ഫഖറഅതു അലൈഹിമുൽ ഖുർആൻ. ജിന്നുകളിൽപ്പെട്ട ഒരു ദാഇ എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ജിന്നുകളിൽ ദാഇമാരുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനെ അവർ വിളിച്ചു. എന്തിനു വിളിച്ചു? അവർക്ക് ദഅവത്ത് നടത്താൻ. എന്നിട്ട് ആ ദഅവത്ത് അവർ അവരുടെ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കും. അതുകൊണ്ട് റസൂലുള്ള പറയാണ്, ജിന്നുകളിൽ നിന്ന് എന്നെ ഒരാൾ വന്ന് വിളിച്ചു, ഞാൻ അവരുടെ കൂടെ പോയി ഫഖറഅതു അലൈഹിമുൽ ഖുർആൻ, ഞാൻ ജിന്നുകൾക്ക് ഖുർആൻ ഓതി കൊടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങൾക്ക് അവരുടെ ചില അടയാളങ്ങൾ, അവർ വന്നു പോയതിൻ്റെ അടയാളങ്ങളും അവർ തീ കൂട്ടിയ അടയാളങ്ങളും കാണിച്ചു കൊടുത്തു എന്നാണ്. ഈ ഹദീസ് നമ്മൾ നേരത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഖുർആൻ ഓതി കൊടുത്തപ്പോൾ അവരിൽ നിന്നുണ്ടായ പ്രതികരണം അത് നമുക്ക് ഹദീസിൽ കാണാം. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ശുഅബുൽ ഈമാനിൽ രേഖപ്പെടുത്തുന്നു. ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവർക്ക് സൂറത്തുർ റഹ്മാൻ ഓതി കൊടുത്തു. ആർക്ക്? സ്വഹാബത്തിന്. ഖറഅ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുർ റഹ്മാനി ഹത്താ ഖതമഹ, തീരുന്നത് വരെ ഓതി കൊടുത്തു. സുമ്മ ഖാല, എന്നിട്ട് റസൂലുള്ളാഹി അവരോട് ചോദിക്കുകയാണ്, മാലി അറാക്കും സുകൂത, നിങ്ങളെന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ലൽ ജിന്നു കാനു അഹ്സന മിൻകും റദ്ദൻ, നിങ്ങളെക്കാൾ നന്നായിരുന്നു ജിന്നുകൾ. നോക്കൂ, നിങ്ങളെക്കാൾ നന്നായിരുന്നു ജിന്നുകൾ. മാ ഖറഅതു അലൈഹിം ഹാദിഹിൽ ആയ മിൻ മറ, ഞാൻ അവർക്ക് ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്ന ആയത്ത് ഏകദേശം 31 തവണ ആവർത്തിക്കുന്നുണ്ട്. ഈ 31 തവണ ഞാൻ ജിന്നുകൾക്ക് ഓതിക്കൊടുത്തപ്പോഴും ഇല്ലാ ഖാലു, അപ്പോഴൊക്കെ അവർ പറഞ്ഞു, വലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. നോക്കൂ, അള്ളാഹു ചോദിക്കാണ്, മനുഷ്യരുടെയും ജിന്നുകളുടെയും സമൂഹമേ, അള്ളാഹു ചെയ്തു തന്ന ഏതേത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ജിന്നുകൾ പറയുകയാണ്, അള്ളാഹുവേ, നീ ചെയ്തു തന്ന ഒരു നിഅമത്തിനെയും ഞങ്ങൾ കളവാക്കുന്നില്ല റബ്ബേ, നിനക്ക് സർവ്വസ്തുതിയും എന്ന് അവരും ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഫബിയയ്യി ആലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്ന് ആവർത്തിക്കുന്നതിനനുസരിച്ച് ജിന്നുകളും ആവർത്തിച്ചു. പക്ഷേ സ്വഹാബികളെ, നിങ്ങളെന്താണ് മിണ്ടാതിരിക്കുന്നത്? നിങ്ങളെക്കാൾ നന്നായി അവർ പ്രതികരിച്ചല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ജിന്നുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി കൊടുത്തിട്ടുണ്ട്, അവർ അത് പ്രതികരിച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്രയിൽ കാണാം, അതാനി വഫ്ദു നസീബീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യമനിലെ ഒരു സ്ഥലമാണ് നസീബീൻ, ആ യമനിൽ നിന്ന് കുറച്ച് ജിന്നുകൾ എൻ്റെ അടുക്കൽ വന്നു. ഫസഅലൂനി അസാദ്, അവരുടെ ഭക്ഷണം എന്തായിരിക്കണമെന്ന് അവർ എന്നോട് ചോദിക്കുകയുണ്ടായി എന്നാണ്. അപ്പോൾ യമനിൽ നിന്നൊക്കെ ജിന്നുകൾ നബിയുടെ അടുക്കൽ വന്നിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ജിന്നുകൾക്ക് ഈ നിലക്കുള്ള മതനിയമങ്ങളും കാര്യങ്ങളുമൊക്കെ ബാധകമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലേക്ക് കൂടിയുള്ള പ്രവാചകനാണ്. പരിശുദ്ധ ഖുർആനിനെ പിൻപറ്റുക എന്നുള്ളത് ജിന്നുകൾക്ക് കൂടി ബാധകമാണ് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി പരിശുദ്ധ ഖുർആനിൽ ഒരധ്യായം തന്നെയുണ്ട്, 72-ാമത്തെ അധ്യായമാണ്. ആ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൽ ജിന്ന് എന്നാണ്. അൽ ജിന്ന്, ജിന്നുകളുടെ അധ്യായം എന്നാണ്. ഈ സൂറത്തുൽ ജിന്നിൻ്റെ തുടക്കത്തിലുള്ള ഏതാനും ആയത്തുകൾ നോക്കിയാൽ തന്നെ ജിന്നുകളുടെ സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ചിലത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം. നേരത്തെ നമ്മൾ പറഞ്ഞ ജിന്നുകളുടെ സംഘം നബിയുടെ അടുക്കൽ വന്ന് ഖുർആൻ കേട്ടപ്പോൾ അവർ പറഞ്ഞത്, ഇന്നാ സമിഅനാ ഖുർആനൻ അജബ, ഞങ്ങൾ അത്ഭുതകരമായ ഒരു ഖുർആൻ കേട്ടിരിക്കുന്നു. അപ്പോൾ ഖുർആനിൻ്റെ ഖിറാഅത്ത് കേൾക്കാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും ജിന്നുകൾക്ക് കഴിയും. അവർ അറബി ഭാഷയിലുള്ളവരാണെങ്കിൽ അങ്ങനെ, അല്ലാത്തവർ അവരുടെ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുക്കപ്പെടുമ്പോൾ അവരതറിയുന്നു. യഹ്ദി ഇല റുഷ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദ, അത് സത്യത്തിലേക്ക് വഴി നടത്തുന്നു, അതിനാൽ ഞങ്ങൾ ഖുർആനിൽ വിശ്വസിച്ചിരിക്കുന്നു, ഇനി മുതൽ ഞങ്ങൾ അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കുകയില്ല. അപ്പോൾ ജിന്നുകളുടെ കൂട്ടത്തിൽ മുശ്രിക്കുകളുണ്ട്.
പിന്നീട് അവർക്ക് സത്യവിശ്വാസം സ്വീകരിക്കാൻ കഴിയും. നല്ലത് കേട്ടാൽ സത്യവിശ്വാസം സ്വീകരിക്കാൻ കഴിയും. പിന്നീട് അവർ ശിർക്ക് ഒഴിവാക്കി മുവഹിദുകളായി, യഥാർത്ഥ മുസ്ലിമീങ്ങളായി. അപ്പോൾ ജിന്നുകളിൽ മുശ്രിക്കുകളുമുണ്ട്, മുവഹിദുകളുമുണ്ട്. അവർക്ക് കാര്യങ്ങൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കി തെറ്റിതിരുത്താൻ പറ്റും. വഅന്നഹു തആല ജദ്ദു റബ്ബിന മത്തഖദ സാഹിബതൻ വലാ വലദ. അവർ പറയുകയാണ്, നമ്മുടെ റബ്ബിൻ്റെ മഹത്വം ഉന്നതമായിരിക്കുന്നു. അള്ളാഹുവിന് മക്കളുമില്ല, ഭാര്യയുമില്ല, കൂട്ടുകാരിയുമില്ല, സന്താനങ്ങളുമില്ല. എന്ന് പറഞ്ഞാൽ ജിന്നുകളുടെ കൂട്ടത്തിൽ തന്നെ ചിലർ വിശ്വസിച്ചിരുന്നു അള്ളാഹുവിന് സാഹിബത്തുണ്ട്, അള്ളാഹുവിന് മക്കളുണ്ട്, അള്ളാഹുവിന് ഇണയുണ്ട്, മക്കളുണ്ട് എന്ന് അവരുടെ കൂട്ടത്തിലെ വിഡ്ഢികൾ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഉടനെ പറയുന്നത് വഅന്നഹു കാന യഖൂലു സഫീഹുന അലല്ലാഹി ശതത. നമ്മുടെ കൂട്ടത്തിലെ വിഡ്ഢികളായ ആളുകൾ അള്ളാഹുവിനെക്കുറിച്ച് കുറ്റകരമായ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. പടച്ചറബിന് യോജിക്കാത്ത ഒരുപാട് സിഫാത്തുകൾ ജിന്നുകൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യരെ അതിലേക്ക് അവർ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. വഅന്നാ ളനന്നാ അല്ലാ തഖൂലൽ ഇൻസു വൽ ജിന്നു അലല്ലാഹി കദിബ. ജിന്നുകൾ പറയാണ്, നമ്മളെന്താണ് വിചാരിച്ചത്, മനുഷ്യരും ജിന്നുകളും അള്ളാഹുവിനെക്കുറിച്ച് കളവ് പറയൂല. അപ്പോൾ അവരുടെ ഒരു ധാരണയായിരുന്നു. അതുകൊണ്ട് ജിന്നുകൾ അള്ളാഹുവിനെക്കുറിച്ച് ആര് പറയുന്നതും വിശ്വസിച്ചിരുന്നു. കാരണം അവരുടെ ധാരണ എന്താണ്, അള്ളാഹുവിനെക്കുറിച്ച് ജിന്നുകൾ കളവ് പറയുമോ, അള്ളാഹുവിനെക്കുറിച്ച് മനുഷ്യന്മാർ കളവ് പറയുമോ, ഒരിക്കലും അള്ളാഹുവിനെക്കുറിച്ച് ആരും കളവ് പറയൂല. അങ്ങനെ അവർ പല പൊട്ടത്തരങ്ങളിലും വിശ്വസിച്ചു, പാടില്ലാത്ത പലതിലും അവർ വിശ്വസിച്ചു എന്ന് ജിന്നുകൾ പറയാണ്. വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖ. മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളിൽപ്പെട്ട ചില ആളുകളോട് ശരണം തേടിയിരുന്നു, ഇസ്തിആദ നടത്തിയിരുന്നു, അഭയം തേടിയിരുന്നു. അത് ജിന്നുകൾക്ക് ഗർവ് വർദ്ധിപ്പിച്ചു. അപ്പോൾ മനുഷ്യരിൽ ചിലർ ജിന്നുകളെ ആരാധിച്ചിരുന്നു, അവരോട് സഹായം തേടിയിരുന്നു എന്നും നമുക്ക് കാണാൻ കഴിയും. വഅന്നഹും ലന്നു കമാ ലനൻതും അല്ലൻ യബ്അസല്ലാഹു അഹദ. മരണാനന്തരം ഒരു ജീവിതം ഉണ്ടാവുകയില്ല എന്ന് ജിന്നുകളിൽ ഒരു വലിയ ഭൂരിപക്ഷം വിശ്വസിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ മരണശേഷം മറ്റൊരു ജീവിതമില്ല. അപ്പോൾ ജിന്നുകൾ മരിക്കുമെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ കൂട്ടത്തിലും പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ വഅന്നാ ലമസ്ന സമാഅ ഫവജദ്നാഹാ മുലിഅത് ഹറസൻ ശദീദൻ വശുഹബ. ഞങ്ങൾ ആകാശത്തേക്ക് പോയി നോക്കി, പക്ഷേ അവിടെ തീജ്വാലകളും പാറാവുകാരുമുണ്ട്, കട്ട് കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷേ വഅന്നാ കുന്നാ നഖൂദു മിൻഹാ മഖായിദ ലിസ്സമഇ ഫമൻ യസ്തമിഇൽ ആന യജിദ് ലഹു ശിഹാബർ റസദ. ആകാശലോകത്ത് കട്ട് കേൾക്കാൻ വേണ്ടി ചില ഇരിപ്പിടങ്ങളുണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ പോയി കട്ട് കേൾക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ കത്തിജ്വലിക്കുന്ന തീജ്വാല അവനെ പിന്തുടരുന്നതാണ്. വഅന്നാ ലാ നദ്രി അശർറുൻ ഉരീദ ബിമൻ ഫിൽ അർദി അം അറാദ ബിഹിം റബ്ബുഹും റഷദ. നമുക്കറിയില്ല അള്ളാഹു ഭൂമിയിലുള്ള മനുഷ്യരെ കൊണ്ട് ഖൈറാണോ അതല്ല അവർക്ക് ഷർറാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അതല്ല അള്ളാഹു അവർക്ക് സന്മാർഗം നൽകാനാണോ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയില്ല. ശേഷം പറയുന്ന വാക്ക് നോക്കൂ, വഅന്നാ മിന്ന സ്വാലിഹൂന വമിന്ന ദൂന ദാലിക് കുന്നാ ത്വറായിഖ ഖിദദ. നമ്മൾ ജിന്നുകളുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. നമ്മൾ വ്യത്യസ്ത പാർട്ടികളും ഗ്രൂപ്പുകളുമായിരിക്കുന്നു. ശരിക്കും ശ്രദ്ധിക്കുക, ജിന്നുകളിൽ സ്വാലിഹീങ്ങളുണ്ട്. ജിന്നുകൾ എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ അവരെല്ലാം മോശക്കാരല്ല. ജിന്നുകളിൽ മുസ്ലിമീങ്ങളുണ്ട്, അവരിൽ സ്വാലിഹീങ്ങളുണ്ട്. അതേപോലെ തന്നെ വമിന്ന ദൂനദാലിക് സ്വാലിഹീങ്ങളല്ലാത്ത ലാലിമീങ്ങളുമുണ്ട്. പിന്നെ പറയുന്ന വേർഡ് നോക്കൂ, കുന്ന ത്വറായിഖ ഖിദദ. ഞങ്ങൾ വ്യത്യസ്ത വഴികൾ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് ജിന്നുകളിൽ ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, യഹൂദന്മാരുണ്ട്, ഷിയാക്കളുണ്ട്, സുന്നികളുണ്ട്. ഏതെല്ലാം ഗ്രൂപ്പുകൾ മനുഷ്യരിലുണ്ടോ അതേ ആദർശ വ്യതിയാനമൊക്കെ ജിന്നുകളിലുമുണ്ട് എന്ന് മാത്രമല്ല, പല വ്യതിയാനങ്ങളും യഥാർത്ഥത്തിൽ ജിന്നുകളാണ് അതിലേക്ക് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ വ്യത്യസ്ത മതക്കാരും ഗ്രൂപ്പുകളും പാർട്ടികളുമൊക്കെ ജിന്നുകളുടെ കൂട്ടത്തിലുമുണ്ട്. അതേപോലെ തന്നെ ഇതിലെ 15-ാമത്തെ ആയത്തിൽ കാണാം, വഅന്നാ മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിത്തൂൻ. ഞങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളുമുണ്ട്, അതേപോലെ തന്നെ അനീതി കാണിക്കുന്ന അക്രമികളുമുണ്ട്. പിന്നീട് അക്രമികൾക്ക് നരകമുണ്ടെന്നും അവർ നരകത്തിൻ്റെ വിറകുകളായിരിക്കുമെന്നും, എന്നാൽ സത്യമാർഗത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മനഹജിൽ നിലകൊണ്ടാൽ അവർക്ക് അല്ലാഹു ഭൂമിയിലും പരലോകത്തും ഖൈറുകൾ നൽകും തുടങ്ങിയ കാര്യങ്ങളാണ് പിന്നീട് പറയുന്നത്. അപ്പോൾ ജിന്നുകൾ വ്യത്യസ്ത മതക്കാരുണ്ട്, വ്യത്യസ്ത വിഭാഗങ്ങളും ഗ്രൂപ്പുകളുമുണ്ട്. അവരിൽ മുസ്ലിമീങ്ങളും തൗഹീദിൻ്റെ ആളുകളുമുണ്ട്, നല്ല ജിന്നുകളുമുണ്ട് എന്നൊക്കെ ഈ അധ്യായം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതേപോലെ തന്നെ ജിന്നുകൾ മതം മാറുമോ? ജിന്നുകൾ മതം മാറാം. അതിനുള്ള തെളിവാണ് നമ്മൾ നേരത്തെ ഓതിയ ആയത്തുകളൊക്കെ. കാരണം അവർ നേരത്തെ മുശ്രിക്കുകളായിരുന്നു, പിന്നീട് മുസ്ലിമീങ്ങളായി. അപ്പോൾ മതം മാറാൻ അവർക്ക് കഴിയും. ഇസ്ലാമിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് പോകാൻ അവർക്ക് സാധിക്കും. അവർ വ്യത്യസ്ത ഗ്രൂപ്പുകളായിരുന്നു, എന്നാൽ അവർ ഖുർആൻ പഠിച്ചു, നന്നായി എന്ന് മനസ്സിലായി. അതിൻ്റെ അർത്ഥം അവർ ഏത് ഗ്രൂപ്പുകളാകട്ടെ സത്യം മനസ്സിലാക്കിയാൽ അവർ യഥാർത്ഥ ആദർശത്തിലേക്ക് മാറാൻ അവർക്ക് സാധിക്കും. ഇതൊക്കെ ഖുർആൻ കൊണ്ട് തെളിഞ്ഞതാണ്. പല ആളുകളും ചോദിക്കാറുണ്ട്, ശൈത്താനുകൾ പിന്നീട് മുസ്ലിമീങ്ങളാവുമോ? ശൈത്താനുകൾക്ക് മുസ്ലിമീങ്ങളാവാൻ സാധിക്കും. കാരണം നേരത്തെ പറഞ്ഞ ആകാശത്ത് നിന്ന് കട്ട് കേൾക്കാൻ വേണ്ടി പോയപ്പോഴാണല്ലോ അവർക്കത് കേൾക്കാൻ പറ്റാതെ വന്നപ്പോൾ
എന്താണ് അതിൻ്റെ കാരണമെന്ന് അവർ അന്വേഷിച്ചത്. അങ്ങനെയാണ് അവർ ഭൂമിയിൽ മുഴുവൻ സഞ്ചരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുന്ന സ്ഥലത്ത് അവർ എത്തിപ്പെട്ടത്. അപ്പോൾ അതിനു മുമ്പ് അവർ കട്ട് കേൾക്കുന്നവരായിരുന്നു, അത് പിശാചുക്കളുടെ പണിയാണ്. പക്ഷേ ഖുർആൻ കേട്ടപ്പോൾ അവർ ഖുർആനിൽ വിശ്വസിച്ചു, തൗഹീദ് അംഗീകരിച്ചു, അതെല്ലാം ഒഴിവാക്കി. അപ്പോൾ ശൈത്താനുകൾക്ക് നല്ലവരാവാൻ കഴിയും, നല്ലവർക്ക് ശൈത്താനാവാനും കഴിയും. അപ്പോൾ മനുഷ്യരിൽ മതം മാറുന്നത് പോലെ, ആദർശം മാറുന്നത് പോലെ ജിന്നുകളിലും ആദർശമാറ്റമുണ്ട്. വ്യത്യസ്ത മതങ്ങളും ഗ്രൂപ്പുകളുമുണ്ട്, അവർക്ക് സ്വർഗവും നരകവും എല്ലാം ഉണ്ട് എന്നാണ് ഈ ആയത്തുകളും ഹദീസുകളുമൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇൻഷാ അള്ളാഹ് വേറെയും പല കാര്യങ്ങളും അവരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അത് അടുത്ത ദർസിലാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.